നമസ്കാരം. നമ്മൾ മാത്സിലെ പുതിയ ടോപ്പിക്ക് തുടങ്ങുകയാണ്, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. അപ്പോൾ നമ്മൾ വളരെ ബുക്കിലാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ രാത്രിയിലാണ് ക്ലാസ്സുകൾ ഷൂട്ട് ചെയ്യുന്നത്. ആ ചെറിയ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കും. എങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സിലെ കണ്ടൻറ്റിലോ നിങ്ങൾക്കത് മനസ്സിലാകുന്ന രീതിയിലോ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. അത് നിങ്ങൾക്ക് ആദ്യം തന്നെ ഉറപ്പ് നൽകുന്നു. അപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സംഖ്യകളും അവയുടെ അടിസ്ഥാന ക്രിയകളുമാണ്. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എണ്ണൽ സംഖ്യകളാണ്. എണ്ണൽ സംഖ്യകളെന്ന് പറയുമ്പം അതിന് നമ്മൾ എന്താണ് പറയുന്നത്? നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ്, അതായത് നമ്മൾ എണ്ണുന്ന സംഖ്യകൾ 1, 2, 3, 4 ഇങ്ങനെ എണ്ണുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ എന്തെന്ന് പറയും? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും. ഇനി എന്താണ് അഖണ്ഡ സംഖ്യകൾ? അഖണ്ഡ സംഖ്യകളുടെ തന്നെ ഇംഗ്ലീഷ് നെയിം എന്താണ്? ഓൾ നമ്പേഴ്സാണ്. ഓൾ നമ്പേഴ്സ്, അതായത് ഈ 1, 2, 3, 4 എന്ന എണ്ണൽ സംഖ്യകളോടൊപ്പം 0 കൂടി ചേരുകയാണെങ്കിൽ അതിനെ നമ്മൾ അഖണ്ഡ സംഖ്യകളെന്ന് പറയും. 0, 1, 2, 3, 4 ഇതിനെയാണ് ഓൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് സംഖ്യകൾ സംഖ്യകൾ ടൈപ്പ് ഓഫ് നമ്പേഴ്സാണ്, പലതരത്തിലുള്ള നമ്പേഴ്സാണ് പഠിക്കുന്നത്. എണ്ണൽ സംഖ്യകൾ എല്ലാവർക്കും അറിയാം, നമ്മൾ എണ്ണുന്നതാണല്ലേ. ഒരു കുട്ടിയോട് എണ്ണാൻ പറഞ്ഞാൽ എങ്ങനെ എണ്ണുന്നത്? 0 പറയുമോ? ഇല്ല. 1, 2, 3, 4 ഇങ്ങനെയാണ് എണ്ണുന്നത്. അപ്പോൾ നമ്മൾ എണ്ണുന്ന സംഖ്യകളാണ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. ഇനി അഖണ്ഡ സംഖ്യകൾ അല്ലെങ്കിൽ ഓൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് അതിനോടൊപ്പം 0 കൂടെ ചേരുകയാണെങ്കിൽ നമ്മളതിനെ ഓൾ നമ്പേഴ്സ് അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യകൾ എന്ന് പറയും. ഇനി എന്താണ് ഇരട്ട സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ? ഇരട്ട സംഖ്യകളുടെ ഇംഗ്ലീഷ് മാറിപ്പോകരുത്. ഈവൻ നമ്പേഴ്സാണ് ഇരട്ട സംഖ്യകൾ, ഓഡ് നമ്പേഴ്സാണ് ഒറ്റ സംഖ്യകൾ. അപ്പം ഇരട്ട സംഖ്യകൾ പറയുമ്പോൾ 2, 4, 6, 8, 10 2 വീതം കൂടിപ്പോവുകയാണ്. അതായത് 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടമൊന്നും വരരുത്. 2 കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെയാണ് ഇരട്ട സംഖ്യകളെന്ന് പറയുന്നത്. നമ്മൾ 2/2 ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടുന്നത്? ആൻസർ 0 ആണ്. ശിഷ്ടം 0 ആണ് കിട്ടുന്നത്. ആൻസർ 1 ആണ് കിട്ടുന്നത് അല്ലേ. 4നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം, ശിഷ്ടം 0 ആണ്. 6നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം, ശിഷ്ടം 0 ആണ്. 8നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം, 10നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. അപ്പം നമുക്ക് 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെങ്കിൽ അത്തരം സംഖ്യകളെ എന്തെന്ന് പറയുന്നു? ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നു. 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമെങ്കിൽ അത്തരം സംഖ്യകളെ എന്താണ് പറയുന്നത്? ഇരട്ട സംഖ്യകൾ. ഇനി 2 ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 2ഉം 4ഉം 2 ഇരട്ട സംഖ്യകളാണ്. 2ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 6 അല്ലേ. 2ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 6. 6 എന്താണ്? 6 എന്ന് പറയുന്നത് ഇരട്ട സംഖ്യയാണ്. അടുത്ത 2 എടുത്താൽ 6ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 10 ആണ്. 10ഉം 8ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 18 ആണ്. അതായത് ഏതെങ്കിലും 2 ഇരട്ട സംഖ്യകൾ നമ്മൾ കൂട്ടി നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതും എന്ത് തന്നെയായിരിക്കും? ഒരു ഇരട്ട സംഖ്യ തന്നെ ആയിരിക്കും. 2 ഇരട്ട സംഖ്യകളുടെ തുക ഒരു ഇരട്ട സംഖ്യ തന്നെ ആയിരിക്കും. ആ കാര്യമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മളിതിൻ്റെ ഗുണനഫലം എടുക്കുകയാണെങ്കിൽ 2 × 4 എന്ന് പറയുന്നത് എന്താണ്? 2 × 4 8 ആണ്. 6 × 4 24 ആണ്. ഇതുപോലെ ഏത് 2 ഇരട്ട സംഖ്യകളുടെ ഗുണനഫലം എടുത്ത് നോക്കുകയാണെങ്കിലും അത് എന്ത് തന്നെയായിരിക്കും? ഒരു ഇരട്ട സംഖ്യ തന്നെ ആയിരിക്കും. അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത്? ഇരട്ട സംഖ്യകളുടെ തുകയും ഒരു ഇരട്ട സംഖ്യയായിരിക്കും, ഗുണനഫലവും എന്ത് തന്നെയായിരിക്കും? ഒരു ഇരട്ട സംഖ്യയായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് ഒറ്റ സംഖ്യകൾ അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്? ഒറ്റസംഖ്യകളെന്ന് പറയുമ്പോൾ ഒറ്റസംഖ്യകൾ 2 കൊണ്ട് നമുക്ക് ഹരിക്കുമ്പം ശിഷ്ടം എത്ര വരും? 1 വരും. എക്സാമ്പിൾ 3 നോക്കുകയാണെങ്കിൽ 3നെ നമ്മൾ 2 കൊണ്ട് ഹരിക്കുകയാണ്. 3നെ നമ്മൾ 2 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 1, 2, 2 ശിഷ്ടം എന്താണ്? 1 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന എണ്ണൽ സംഖ്യകളെയാണ് എന്തെന്ന് പറയുന്നത്? ഒറ്റ സംഖ്യകളെന്ന് പറയുന്നത്. ഇനി ഒറ്റ സംഖ്യകളുടെ തുക എടുക്കുകയാണ്. 1ഉം 3ഉം കൂട്ടുമ്പോൾ 4 കിട്ടുന്നു. അടുത്ത വേറെ 2 നോക്കിയാൽ 3ഉം 5ഉം കൂട്ടുമ്പോൾ 8 കിട്ടുന്നു. അപ്പോൾ അതൊക്കെ എന്താണ്? ഇരട്ട സംഖ്യകളാണ്. അതായത് ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് ഇരട്ട സംഖ്യയും. ഇനി ഗുണനഫലം നോക്കാം. ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം നോക്കാം. ഗുണനഫലം നോക്കുകയാണെങ്കിൽ 1 × 3
3. 3 ഇൻറ്റു 5 15. എന്താ കിട്ടുന്നത്? ഒറ്റ സംഖ്യകളാണ് കിട്ടുന്നത്. അപ്പോൾ ഒറ്റ സംഖ്യകളുടെ തുക ഒരു ഇരട്ട സംഖ്യയും എന്നാൽ ഗുണനഫലം ഒരു ഒറ്റ സംഖ്യയും ആയിരിക്കും. നമ്മൾ 4 ടൈപ്പ് ഓഫ് സംഖ്യകൾ പഠിച്ചു. ഒന്നാമത് എന്താണ് പഠിച്ചത്? എണ്ണൽ സംഖ്യകൾ, എണ്ണുന്ന സംഖ്യകൾ. രണ്ടാമത് നമ്മൾ എന്താണ് പഠിച്ചത്? ഓൾ നമ്പേഴ്സ് അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യകൾ. മൂന്നാമത് ഒറ്റ സംഖ്യകളും പഠിച്ചു, ഇരട്ട സംഖ്യകളും പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് പോവാം. അടുത്തത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അഭാജ്യ സംഖ്യകളാണ്. അഭാജ്യ സംഖ്യകളെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംഖ്യ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സംഖ്യയുടെ ഘടകങ്ങൾ ഒന്നും ആ സംഖ്യയും മാത്രമേ വരാവൂ, അല്ലേ? ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ 2 എന്ന് പറയുന്നൊരു സംഖ്യ നമ്മൾ എടുക്കുകയാണ്. ഈ 2ൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതായത് 2 ഏതൊക്കെ ടേബിളിൽ വരുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. 1 ഇൻറ്റു 2 2, 1 ഇൻറ്റു 2. അതുപോലെ 1ൻ്റെ ടേബിളിലും വരും, 2ൻ്റെ പട്ടികയിലും വരും. 2 ഇൻറ്റു 1, അതായത് 2ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം. 1ഉം ആ സംഖ്യയും മാത്രമേ 2ന് ഘടകങ്ങളായിട്ടുള്ളൂ. അതുകൊണ്ട് 2 എന്താണ്? ഒരു അഭാജ്യ സംഖ്യയാണ്. അടുത്ത അഭാജ്യ സംഖ്യയാണ് 3. 3 ഇതുപോലെ തന്നെയാണ്. 1ൻ്റെ ടേബിളിലും വരും, 3ൻ്റെ ടേബിളിലും വരും. 3 വേറൊരു പട്ടികയിലും വരത്തില്ല. 3ന് വേറെ ഒരു ഘടകങ്ങളും ഇല്ല. അതുകൊണ്ട് 3ഉം എന്ത് തന്നെയാണ്? ഒരു അഭാജ്യ സംഖ്യ തന്നെയാണ്. ഇനി അടുത്ത അഭാജ്യ സംഖ്യയാണ് 5. 5ഉം ഇതുപോലെ തന്നെയാണ്, അല്ലേ? 1 ഇൻറ്റു 5 5, 5 5. അതുപോലെ 5 1 5. 5 എന്ന് പറയുന്നത് 1ൻ്റെയും 5ൻ്റെയും പട്ടികയിൽ മാത്രമേ വരുന്നുള്ളൂ. അതായത് 5ൻ്റെ ഘടകങ്ങൾ 1ഉം 5ഉമാണ്. 1ഉം ആ സംഖ്യയും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായല്ലോ. 1ഉം ആ സംഖ്യയും മാത്രം ഘടകങ്ങൾ വരികയാണെങ്കിൽ അത്തരം സംഖ്യകളെയാണ് അഭാജ്യ സംഖ്യകളെന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയാണ് 2. 2ആണ് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 2ആണ്. അതുപോലെ തന്നെ ഒരേ ഒരു ഇരട്ട അഭാജ്യ സംഖ്യയും ഏത് തന്നെയാണ്? 2ആണ്. ഇനി നമുക്ക് അഭാജ്യ സംഖ്യകളുടെ കുറച്ച് ലിസ്റ്റ് നിങ്ങളൊരു 100-ൽ താഴെ അല്ലെങ്കിൽ ഏകദേശം ഒരു 50-ൽ താഴെയെങ്കിലും ഒന്ന് പഠിച്ചു വയ്ക്കുക. 50-ൽ താഴെ നമുക്ക് 15 അഭാജ്യ സംഖ്യകളും 100-ൽ താഴെയാണെങ്കിൽ 25 അഭാജ്യ സംഖ്യകളുമാണ് ഉള്ളത്. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു 10 നമുക്ക് നോക്കാം. 2 3 5 7 9 ഉണ്ടോ? ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ 3 5 7 9 ഉണ്ടെന്ന് വിചാരിക്കും, അല്ലേ? 9 ഇല്ല, അല്ലേ? 9ന് ഘടകങ്ങൾ 1ഉം 9ഉം മാത്രമല്ല. 3 ഇൻറ്റു 3 9ആണ്. അപ്പോൾ 9ന് എന്തുണ്ട്? വേറെ ഘടകങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ 9 ഈ ലിസ്റ്റിൽ വരത്തില്ല. 2 3 5 7. അടുത്തതാണ് 11 11 13 17 19 23 29 31. ഇങ്ങനെയാണ് നമ്മുടെ ലിസ്റ്റ് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ 100 നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ബാക്കിയും കൂടി നമുക്കൊന്ന് നോക്കാം. 37 41 43 47 53 ദെൻ 59 61 67 71 73 79 ദെൻ 83 89 97. ഇത്രയാണ് നമ്മുടെ 100-ൽ താഴെയുള്ള അഭാജ്യ സംഖ്യകളെന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യത്തെ ഒരു 2 3 നിങ്ങൾ ഓർത്ത് വയ്ക്കുക. നമ്മളിത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴി പറയും. 6ൻ്റെ ടേബിൾ നമ്മൾ പറയുമല്ലോ. 1 ഇൻറ്റു 6 എത്രയാണ്? 6. 2 ഇൻറ്റു 6 എത്രയാണ്? 12ആണ്. 3 ഇൻറ്റു 6 എത്രയാണ്? 18ആണ്. അപ്പോൾ ഈ 6ൻ്റെ പട്ടികയിലുള്ള സംഖ്യകളുടെ അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന സംഖ്യകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം? അഭാജ്യ സംഖ്യ കണ്ടെത്താം. അതായത് 6ൻ്റെ പട്ടികയിൽ ആദ്യത്തെ മെമ്പർ ആരാണ്? 6ആണ്. ഈ 6ൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? 6ൻ്റെ ഫ്രണ്ടിൽ 5 ഉണ്ട്, ഇപ്പുറത്ത് 7 ഉണ്ട്. ഈ 5ഉം 7ഉം എന്താണ്? അഭാജ്യ സംഖ്യയാണ്. എങ്ങനെയുണ്ട്? അതുപോലെ അടുത്തെയാണ് 12.
12 എന്ന് പറയുമ്പോൾ അടുത്തതാണ്. 12ൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആരാ വരുന്നത്? 12 നടുക്കുണ്ട്. 12ൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആരൊക്കെയാണ് വരുന്നത്? 12 12ൻ്റെ 11 13. ഈ 11 13 എന്ത് തന്നെയാണ്? അഭാജ്യ സംഖ്യയാണ്. അടുത്തത് 18. 18ൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആരാ വരുന്നത്? 18 17ഉം 19. 17ഉം 19ഉമാണ്. 17ഉം 19 നമ്മുടെ ലിസ്റ്റിലുണ്ട്. അപ്പോൾ ഈ രീതിയിലൊന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് കണ്ടെത്താനായിട്ട് കഴിയും? അഭാജ്യ സംഖ്യകൾ പഠിക്കാനായിട്ട് കഴിയും. അടുത്തത് വരുമ്പോൾ നോക്കുക, 6 4 24. 24ൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആരൊക്കെയാണ് വരുന്നത്? 1 23ഉം 25ഉമാണ്. ഇതിൽ 23 മാത്രമേ എന്തിലുള്ളൂ? നമ്മുടെ ലിസ്റ്റിലുള്ളൂ. 25 ഇല്ല. കാരണം 5 × 5 25ആണ്. അപ്പോൾ ഈ 5 വരുന്നതൊന്ന് സ്കിപ്പ് ചെയ്തിട്ടൂടെ പഠിക്കുകയാണെങ്കിൽ, ഈ ഒരു മെത്തേഡ് ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് പഠിക്കാം? അഭാജ്യ സംഖ്യ പഠിക്കാനായിട്ട് കഴിയും. അപ്പോൾ എല്ലാവർക്കും അഭാജ്യ സംഖ്യ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു സംഖ്യയുടെ ഘടകങ്ങൾ ഒന്നും ആ സംഖ്യയും മാത്രം വന്നാൽ അതെന്തായിരിക്കും? ഒരു അഭാജ്യ സംഖ്യ ആയിരിക്കും. ഓക്കെ ആണല്ലോ?